ഹലോ, എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആണ്. സാധാരണ വലിയ ജീരകം, കുരുമുളക് ഇവയൊക്കെ മിക്സിയിൽ പൊടിച്ചെടുക്കാറാണ്. അല്ലെങ്കിൽ റെഡിമെയ്ഡ് പൊടി കിട്ടുമെങ്കിലും അതിൽ കെമിക്കലും ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ തന്നെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള പൊടി നമുക്ക് കിട്ടും. ഞാൻ 2 പാക്കറ്റ് വലിയ ജീരകം എടുത്തിട്ടുണ്ട്. സാധാരണ പൊടിച്ചെടുക്കുന്നത് പോലെയല്ല, സ്പെഷ്യലായിട്ടൊന്ന് പൊടിച്ച് നോക്കാം. വലിയ ജീരകം പൊടിക്കുന്ന സമയത്ത് 2 ഐറ്റം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും മാത്രമല്ല നല്ല തിക്കായിട്ടുള്ള കറികളും കിട്ടും. അതിനു വേണ്ടി ഞാൻ എങ്ങനെയാണ് വലിയ ജീരകം പൊടിക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് വലിയ ജീരകം ഇട്ട് കൊടുത്ത് വറുത്തെടുക്കണം. നമ്മൾ വലിയ ജീരകം വറുത്തിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ വറുത്ത ജീരകം പൊടിക്ക് പ്രത്യേക ടേസ്റ്റാണ്. വലിയ ജീരകം ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കുരുമുളക് പൊടിയല്ല, ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കണം. വലിയ ജീരകം ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കണം. നല്ല നാടൻ കുരുമുളകാണ് കേട്ടോ. 1 സ്പൂൺ കുരുമുളക് തന്നെ ചേർത്ത് കൊടുക്കണം. സാധാരണ കറികളിലേക്ക് മുളക് പൊടിയോ പച്ചമുളകോ ചേർക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് കുരുമുളക് മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഗ്രാമ്പുവാണ്. 6 ഗ്രാമ്പുവാണ് ചേർത്ത് കൊടുത്തത്. ഗ്രാമ്പുവും കുരുമുളകും ചേർക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പൊടി ഏത് കറിയിലിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ക്യാഷ്നട്ടാണ്. കുറുമ ഉണ്ടാക്കുമ്പോഴാണ് അണ്ടിപ്പരിപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറുമ നല്ല തിക്കായിട്ടാണ് കിട്ടുന്നത്. 6 7 ക്യാഷ്നട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കറികൾക്ക് നല്ല തിക്നെസ് കിട്ടും. ഇനി ഈ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. 2-3 തണ്ട് കറിവേപ്പില കഴുകി ഉണക്കിയെടുത്തത് ചേർത്ത് കൊടുക്കണം. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള കറിവേപ്പ് കറിയിലിട്ടാൽ എടുത്തു കളയാറല്ലേ പതിവ്. അതുകൊണ്ട് തന്നെ ഇത് പൊടിക്കുന്ന സമയത്ത് ചേർത്താൽ മതി. എല്ലാ ഐറ്റംസും ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇത് ഒന്ന് മൂത്ത് വന്നാൽ പൊടിച്ചെടുക്കണം. കറിവേപ്പില പിടിക്കുന്ന സമയത്ത് ഒന്ന് പൊടിഞ്ഞു വരണം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലാണ് പൊടിച്ചെടുക്കേണ്ടത്. ജാറിൽ വെള്ളത്തിൻ്റെ അംശം പോലും ഉണ്ടാവരുത്. വെള്ളമുണ്ടെങ്കിൽ പൊടി കട്ടയായി പോകും. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതിന്. അതിനുശേഷം ഉണങ്ങിയ ഒരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ ഒരു വട്ടമെങ്കിലും പൊടിച്ച് നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറികൾ നമുക്ക് കിട്ടും. ഇത് ഒരുപാട് ഉണ്ടാക്കിയെടുക്കരുത്. 2 മാസം വരെ സൂക്ഷിക്കാൻ പറ്റും. ഹോട്ടലിലൊക്കെ കിട്ടുന്ന കറികളുടെ അതേ രുചിയിൽ ഇനി നമുക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ഇതുപോലെ ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.